അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പ്ലൈനിൽ കണ്ടപ്പോൾ തന്നെ ഇതുപോലത്തെ പോട്ടുകൾ വാങ്ങി കുടുങ്ങിയ ആളുകളുണ്ടാവും. അപ്പോൾ കുടുങ്ങിയവരോട് പറയാനുള്ളത്, നമുക്ക് അതിനൊരു ഞാൻ ചെയ്തൊരു കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വിചാരിച്ചു, കുഴപ്പമില്ലാന്ന് തോന്നി. ഇനി വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളോട് പറയാനുള്ളത്, ഇതുപോലത്തെ പോട്ടുകൾ വാങ്ങി കുടുങ്ങരുത്, നിങ്ങളുടെ ക്യാഷ് കളയരുത്. കാരണം എന്താ വെച്ചാൽ ഈ പോട്ടിന് നമ്മൾ അതായത് ഇത് ഉണ്ടാക്കിയ നിർമ്മാതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് പോലും അവർക്ക് അറിയില്ല. അറിയുന്നുണ്ടെങ്കിൽ അവർ ഇങ്ങനത്തെ ഒരു പോട്ട് നിർമ്മിക്കില്ല. കാരണം വെച്ചാൽ ഇതിൻ്റെ അകത്ത് കണ്ടോ, നമ്മളെ ഇത് ഔട്ടറാണ്. അപ്പോൾ ഈ ഔട്ടറിൻ്റെ അകത്ത് ഇന്നറായിട്ടുള്ള ചെടിച്ചട്ടി ഇറക്കി വെക്കണം. അതിനുള്ള ഒരു സെറ്റപ്പാണത് ഉള്ളിൽ, അത് അവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ ഇന്നറിലാണ് ചെടി വെച്ചിട്ടുള്ളത്. ഈ ഇന്നർ പോട്ടിൽ ഇത് അതിൻ്റെ അകത്തോട്ട് ഇറക്കി വെക്കാൻ വേണ്ടി നമ്മൾ പോവാണ്. കണ്ടോ, നമുക്കിങ്ങനെ ഇറക്കി വെക്കാം. ഇങ്ങനെ കൊണ്ടുപോയിട്ട് നമ്മൾ അങ്ങനെ ഇടാനേ നമുക്ക് നിവൃത്തിയുള്ളൂ. നമ്മളങ്ങനെ ഇടുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, കണ്ടോ, ഒരു സൈഡ് ചെരിഞ്ഞു, ഒരു സൈഡ് പൊങ്ങി എന്നു. ഇതെങ്ങനെയും നമുക്ക് കറക്റ്റ് ആക്കാൻ പറ്റത്തില്ല. ഇനി കറക്റ്റ് ആക്കാം, നമുക്കൊരു 10 മിനിറ്റൊക്കെ സമയം എടുത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി വെച്ച് നമ്മൾ കറക്റ്റ് ആക്കണം. കണ്ടോ, ഈ ഭാഗത്ത് ഗ്യാപ്പ് വന്ന് ഈ ഒരു 10 മിനിറ്റൊക്കെ എടുത്തിട്ട് നമ്മളിത് ശരിയാക്കി വെച്ചാൽ തന്നെ നമുക്കത് 1 വീക്ക് കഴിഞ്ഞാൽ നമുക്ക് എടുക്കേണ്ട ഒരു ആവശ്യം വരും. കാരണം ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ ആ വെള്ളം സ്റ്റോർ ചെയ്താൽ, അപ്പോൾ ആ വെള്ളം നമ്മൾ കളയണം. അപ്പോൾ നമുക്കിത് എന്തായാലും നമ്മൾ ഈ ഒരു പോട്ട് ഉള്ളിലെ ഇന്നർ നമുക്ക് എടുത്ത് മാറ്റേണ്ടി വരും. അങ്ങനെ എടുക്കണം എന്നുണ്ടെങ്കിൽ യാതൊരു ഓപ്ഷനും അവരിതിൽ കൊടുത്തിട്ടില്ല. കാരണം ഇതിങ്ങനെ ടൈറ്റായിട്ട് കിടക്കുകയാണ്. ഈ ഇന്നർ അതിൻ്റെ അത് ടൈറ്റായി കിടക്കുകയാണ്. നമുക്കൊന്ന് പൊക്കി നോക്കാനുള്ള ഗ്യാപ്പും കൂടി അവരിത് വെച്ചിട്ടില്ല. ഇനി ഞാനിതൊന്ന് പൊക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, അപ്പോൾ നമ്മളിത് പൊക്കാനായിട്ട് നോക്കുകയാണ്. കാരണം ഇത് അങ്ങനെ നമ്മൾ ശരിയാക്കിയിട്ടില്ല, അങ്ങനെ വെച്ചിരിക്കുകയാണ്. ഈ പോട്ട് പൊക്കുമ്പോൾ ഒരു ഇടങ്ങറ്, അല്ലെങ്കിൽ ഇത് പൊക്കുമ്പോൾ ഒരു റിസ്ക് എന്താണെന്നുള്ളത് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഒരു സൈഡ് പിടിച്ച് വലിക്കപ്പോൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്, ചെരിഞ്ഞ് കിടന്നുകൊണ്ട്. പക്ഷെ നമ്മൾ ആ സൈഡ് എങ്ങനെ പൊക്കുക? ഇനിയിപ്പോൾ ടൈറ്റായി കിടക്കുകയാണെങ്കിലും നമുക്കിത് പൊക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇത് ചെരിച്ചെടുക്കാൻ നോക്കും. ചെരിച്ചെടുക്കുമ്പോൾ ഇതിൽ വെള്ളം നിറഞ്ഞ ആ വെള്ളമൊക്കെ എന്ത് ചെയ്യും, തറയിൽ പോയി ആകെ അവിടെ വൃത്തിയേടാവും. ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചൊരു സാധനം നമ്മൾ ഇത്ര റിസ്ക് എടുത്തൊരു ആവശ്യമുണ്ടോ? അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് ഇത് എന്താണ് ഇതിൻ്റെ പർപ്പസ് പോലും അവർ നോക്കുന്നില്ല. ഡിസൈൻ ചെയ്യുന്ന സമയത്ത് പോലും അവർ നോക്കുന്നില്ല. ഇത് നിർമ്മിക്കുന്ന ആളുകളോട് റിക്വസ്റ്റ് ഉള്ളൂ, ഇങ്ങനെയൊക്കെ നിങ്ങൾ നിർമ്മിക്കുകയാണെങ്കിൽ അതിൻ്റെ പർപ്പസ് മനസ്സിലാക്കിയിട്ട് നിർമ്മിക്കുക. ജസ്റ്റ് 2 ഹാൻഡിൽ മാത്രം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് സുഖമായിട്ട് പൊക്കിയെടുക്കാൻ പറ്റും. കണ്ടോ, ചെരിഞ്ഞിരിക്കുകയാണ്, നമുക്ക് എങ്ങനെ റെഡിയാക്കിയാലും. ഓക്കെ, ഇത് നിർമ്മിക്കുന്ന കമ്പനികളോട് നിങ്ങൾ ലാഭം മാത്രം കാണാതെ ഇതെന്തിനാണ് നിർമ്മിച്ചത്, അല്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ നിർമ്മിക്കുന്നത്, ആ പർപ്പസ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നിർമ്മിക്കുക. ഇത് വാങ്ങിയവരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ കണ്ടെത്തിയൊരു സൊല്യൂഷൻ എന്താ വെച്ചാൽ അത് ഞാൻ വീട്ടിലോട്ട് കാണിച്ചു തരാം. നമ്മളെ ഇന്നർ പോട്ട് എടുത്തിട്ട് ഒന്നെങ്കിലും നിങ്ങൾ ഒരു ചെറിയ കമ്പി എന്തെങ്കിലും ചൂടാക്കുക, അതല്ലെങ്കിൽ ഷോൾഡർ ചെയ്യുന്ന ആ ഒരു ഉപകരണം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ 2 ഹോൾ ഇടുക. 2 ഹോളല്ല, 4 ഹോൾ ഇടണം. കണ്ടില്ലേ, ഇതുപോലെ ഈ ഒരു സ്പേസിൽ നിങ്ങൾക്ക് ഹോളിടാം. ഇനി ഇതുപോലത്തെ കയർ, പ്ലാസ്റ്റിക്കിൻ്റെ കയറാണ്. ഞാനിതെങ്ങനെ മുടയാന്നുള്ളത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്, നിങ്ങളത് പോയിട്ട് കാണാം. ഇതൊക്കെ നമ്മൾ ചെടിച്ചട്ടി ഹാങ് ചെയ്തിടാൻ വേണ്ടിയുള്ള ഹോൾഡർ, ആ ഒരു സെയിം സംഭവം തന്നെയാണ്. അതിൻ്റെ ചെറിയ ഒന്നേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഒരു കയറ് വേണമെങ്കിലും എടുത്താൽ മതി. ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തെന്നുള്ളൂ ഞാൻ. ഇനി ഇതിൻ്റെ ഒരു അറ്റം നമ്മൾ ഈ ഒരു ഹോളിലൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ നന്നായിട്ടിത് ടൈറ്റാക്കിയിട്ട് കെട്ടാൻ ശ്രമിക്കാം. ഇതുപോലെ നന്നായിട്ട് ടൈറ്റാക്കി കെട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അതുപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ തന്നെ ചെയ്യാം. ഈ സെയിം സംഭവം തന്നെ നിങ്ങൾ ചെയ്യാം. ലൈറ്റർ വെച്ച് കത്തിച്ച് ഒന്ന് ലോക്ക് ചെയ്തിടാം. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ അതിൻ്റെ മറ്റേ ഹോളിലൂടെ ഈ ഒരു കയറിൻ്റെ
രണ്ട് സൈഡും കടത്തി വിട്ടിട്ട് കെട്ടുക, ടൈറ്റായി കെട്ടുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആ സൈഡ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി അവിടെ നമ്മൾ ലൈറ്റർ വെച്ചിട്ട് ലോക്ക് ചെയ്തിടാം. ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഇനി ഇതല്ല, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും ചെയ്യാം. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് വാങ്ങിപ്പെട്ടവരോട് അങ്ങനെ പറയാം, വാങ്ങി രീതിയിൽ നമുക്ക് അതിന് പരിഹാരം കണ്ടെത്താം. ഇനി നമ്മളിതിൽ അതിൻ്റെ അകത്തോട്ടും നമ്മൾ ഇത് വെച്ച് നോക്കുക, ഇന്നർ വെച്ച് നോക്കുക. ഉണ്ടോ? വളരെ സിമ്പിളായിട്ട് നമുക്കിത് എടുക്കാനും ഊരാനും ഒക്കെ പറ്റും. നമുക്ക് ഈ പൂട്ടിൻ്റെ അകത്ത് ഇനി ഒരു മണ്ണ് നിറച്ച് ചെടി വെച്ചിട്ട് നമുക്ക് നോക്കാം. ഞാനിത് പൊക്കിയിട്ട് ഇതിനകത്തോട്ട് വയ്ക്കാൻ വേണ്ടി പോവാണ്. കണ്ടോ, വളരെ കൂളായിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇതിനകത്തോട്ട് വെക്കാം. ഈ ഒരു ഭാഗം ചെരിഞ്ഞാലും കുഴപ്പമില്ല, നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഈ രണ്ട് ഹാൻഡിലും പിടിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ വെള്ളം ഒഴിച്ചെടുക്കുകയാണ്. വെള്ളം ഒഴിച്ചെടുത്തിട്ട് നമുക്ക് ധൈര്യമായിട്ട് വെള്ളം ഒഴിച്ചെടുക്കുക, കാരണം നമുക്ക് ഇനി ഈസി ആയിട്ട് ഇത് പൊക്കാനും സാധിക്കും. ഇനി നമുക്കിതൊന്ന് പൊക്കി നോക്കാം. ഉണ്ടോ, നമുക്കിത് വളരെ ഈസി ആയിട്ട് നമുക്കിത് പൊക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.